ജീവിതത്തിന് ആവശ്യമുള്ളതിനൊക്കെ പറയുന്ന ഒരു പേരാണ് റിസ്ക് എന്നുള്ളത്. അപ്പൊ റിസ്ക് എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചോദിക്കണമെങ്കിൽ അല്ലാഹുവിലേക്ക് നമ്മൾ നീറുന്ന മനസ്സോടെ നമ്മളെ കരങ്ങൾ ഉയർത്തുമ്പോ യാ റാസിഖു യാ അല്ലാഹ്, യാ റാസിഖു യാ അല്ലാഹ്, എല്ലാ ദിവസവും മുടങ്ങാതെ സുബഹി നിസ്കാരം കഴിഞ്ഞാൽ എല്ലാ ദിവസവും മുടങ്ങാതെ നിങ്ങൾ ഇങ്ങനെ ചൊല്ലിക്കൊണ്ട് വരികയാണെന്നുണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനെ നിങ്ങൾ നിറഞ്ഞ മനസ്സോടെ വിളിച്ചതിന്റെ പ്രതിഫലമായി നിങ്ങൾ പോലും അറിയാതെ അല്ലാഹു ഒരുപാട് പ്രതിഫലം നിങ്ങളുടെ ജീവിതത്തിലേക്ക് റബ്ബ് തആല കൊണ്ടുതരികയാണ്. മഹാനായ ഉവൈസ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു മഹാനുഭാവൻ, വലിയ ദിക്ർ ചൊല്ലുന്ന മനുഷ്യനാ. പക്ഷേ ഒരു വേള തന്റെ ജീവിതം വല്ലാതെ സങ്കടത്തിലായി. തനിക്കുണ്ടായിരുന്ന ജോലി പോയി, മക്കൾ പോലും കരയുന്ന ഒരവസ്ഥയിലേക്കായി. ശരീരമാസകലം വേദന കൊണ്ട് പിളഞ്ഞു കിടക്കുന്ന മഹാനുഭാവൻ വീടിന്റെ ഉള്ളിലിരിക്കുന്ന സമയം ഒരാൾ വന്നിട്ട് പറയാണ്, തങ്ങളെ നിങ്ങൾ നല്ല തടിച്ച മനുഷ്യനാണ്, നിങ്ങൾ നല്ലതുപോലെ കാണാൻ നല്ല ഭംഗിയുള്ള ആളാണ്, എന്ത് പറ്റിയെന്നറിയില്ലല്ലോ, കുറച്ചായി നിങ്ങളെ കാണുന്നത് ശരീരം മുഴുവൻ മെലിഞ്ഞൊട്ടിയവരായി, ശരീരം മുഴുവനും വല്ലാതെ സങ്കടപ്പെട്ടവരായി വേദനപ്പെട്ടുകൊണ്ട് കഴിഞ്ഞു ഓടുന്നത് നിങ്ങളെ കാണുമ്പോൾ സഹിക്കുന്നില്ല. നടക്കാൻ പോലും കഴിയാതെ പടച്ചവന്റെ പള്ളിയിൽ പോലും നിങ്ങൾ വരാറില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഞാൻ ഒരു ദിക്ർ പഠിപ്പിച്ചു തരാം. നിങ്ങൾ ഞങ്ങൾക്കാണ് ദിക്റുകൾ പഠിപ്പിക്കുന്നതെങ്കിലും, നിങ്ങൾ ഞങ്ങൾക്കാണ് ഒരുപാട് അമൂല്യമായ മുത്തുകൾ തരുന്നതെങ്കിലും, ഇന്ന് നിങ്ങൾക്ക് ഞാൻ ഒരു ദിക്ർ പഠിപ്പിക്കാം. ആ ഒരു ദിക്ർ നിങ്ങൾ സുബഹി നിസ്കാരം കഴിഞ്ഞ് 17 തവണ നിങ്ങൾ മുടങ്ങാതെ ചൊല്ലിയാൽ അത് നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി നിയ്യത്ത് വെച്ചിട്ടാണോ, ഭർത്താവിന് നിയ്യത്ത് വെച്ചിട്ടാണോ, സഹോദരങ്ങൾക്ക് നിയ്യത്ത് വെച്ചിട്ടാണോ, അങ്ങനെ നിങ്ങൾ ചെയ്താൽ ആ കാര്യങ്ങളെ അല്ലാഹു എളുപ്പമാക്കുമല്ലോ. അല്ലാഹുവിലേക്കൊന്ന് കരഞ്ഞു കലങ്ങുന്ന കണ്ണുകളോടെ സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് നിങ്ങളുടേതായാലും മക്കളുടെയായാലും ഭാര്യയുടെയായാലും ആരുടെയൊക്കെ വേദനയായാലും നിങ്ങളൊന്ന് കരയാനൊന്ന് മനസ്സ് കാണിച്ചാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാളപ്പുറം അല്ലാഹു നിങ്ങളെ സഹായിക്കും. മഹാനുഭാവൻ ഈ ഒരു ദിക്ർ പറഞ്ഞു കൊടുക്കുമ്പോ ഖൽബിന്റെ ഉള്ളിലൂടെ കൊണ്ടുവന്നിട്ട് ചൊല്ലാവരങ്ങി, അല്ലാഹ് എനിക്ക് നീ തരുമോ റബ്ബേ. മഹാനായ ഉവൈസ് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു നിറഞ്ഞ മനസ്സോട് കൂടിയിട്ട് ചൊല്ലുന്നു, യാ റാസിഖ് യാ അല്ലാഹ്. അല്ലാഹുവിലേക്ക് രണ്ട് കരങ്ങൾ ഉയർത്തിയിട്ട് റബ്ബിലേക്ക് വിളിച്ചിട്ട് പറയാ, എന്റെ ജീവിതത്തിൽ എന്തൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നു അതൊക്കെ നീ എനിക്ക് തരണേ അല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് മഹാനുഭാവൻ ചൊല്ലിക്കൊണ്ട് നടന്നപ്പോ തന്റെ കൂട്ടുകാരൻ ഒരു വേള വീട്ടിൽ വന്ന് പറയാ, എനിക്ക് 2 വീടുണ്ട് മോനെ, ഒരു വീട് വെറുതെ കിടക്കുകയാ, നിനക്ക് ഞാൻ ഒരു വീട് തരാം. എന്തുകൊണ്ട്? അല്ലാഹുവിന്റെ ഈ ഒരു നാമം അവൻ ചൊല്ലിയപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ പോലും അറിയാതെ അല്ലാഹു അവനിക്ക് നല്ല വീട് കൊടുത്തു. അഷ്റഫുൽ ഖൽഖിന്റെ വാക്കിന് വരെ പാഴാകാറില്ല. വീടിന്റെ ഉള്ളിൽ ഉമ്മമാരെ നമ്മൾ ഇരിക്കുന്നുണ്ടോ? സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് വെറുതെ ഇരിക്കുന്നവരുണ്ടല്ലോ, ആ ഇരിക്കുന്ന ഒരു സമയത്ത് അല്ലാഹ് പടച്ചവന്റെ നാമത്തിൽപ്പെട്ട അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ഈ ഒന്ന് നിങ്ങളെ ഖൽബിന്റെ ഉള്ളിൽ മുടങ്ങാതെ കൊണ്ടുവരുമോ? അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കാണാം. മഹാനായ ഉവൈസ് ബിൻ ആമിർ തങ്ങൾക്കുണ്ടായ അത്ഭുതങ്ങൾ അല്ലാഹുവേ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട യാ റാസിഖ് യാ അല്ലാഹ് എന്ന പരിശുദ്ധമായ ദിക്ർ എപ്പെടുന്ന ഖൽബിന്റെ ഉള്ളിൽ കൊണ്ടുവന്നപ്പോ അല്ലാഹു മഹാനുഭാവൻ ഉദ്ദേശിക്കുന്നതിനേക്കാൾ അത്ഭുതങ്ങൾ കൊടുത്തു. വീട്ടിലൂടെ, ആടുകളിലൂടെ, ഭക്ഷണത്തിലൂടെ, നല്ല മക്കളിലൂടെ അല്ലാഹു നിറച്ചു കൊടുത്തത് ഈ ഒരു റിസ്കിന്റെ പവറാണ്. ഈ ഒരു യാ റാസിഖ് യാ അല്ലാഹ് എല്ലാവർക്കും ചൊല്ലാൻ പറ്റും. ഉമ്മമാരെ, നമ്മളൊക്കെ നിസ്കാരത്തിന് വേണ്ടി ചെന്ന് നിൽക്കുകയാണ്. നിസ്കാരത്തിന് ചെന്ന് നിൽക്കുമ്പോ എത്ര ചിന്തകളാണ് നമ്മുടെ ഖൽബിന്റെ ഉള്ളിൽ വരുന്നത്, ഒന്നും നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ലല്ലോ. ചിന്തിച്ചു നോക്കിയാൽ നമ്മളൊക്കെ മഹാനായ കണ്ണിയത്ത് ഉസ്താദിനെ അറിയണല്ലോ. കണ്ണിയത്ത് ഉസ്താദിനെ അറിയാത്തവരായിട്ട് ആളുകളുണ്ടോ? മഹാനുഭാവന്റെ പ്രിയപ്പെട്ടവർ നോക്കുമ്പോ കണ്ണിയത്ത് ഉസ്താദ് ഹൗലിന്റെ പള്ളിയുടെ ഹൗലിന്റെ കരയിൽ നിൽക്കുകയാണ്. ആ ഹൗലിന്റെ കരയിൽ നിൽക്കുന്ന കണ്ണിയത്ത് ഉസ്താദ് എന്താ ചെയ്തെന്നറിയോ? കണ്ണിയത്ത് ഉസ്താദിന്റെ വില കുറഞ്ഞിട്ടുള്ള 50 പൈസയോ എത്രയാണെന്ന് കറക്റ്ററിയില്ല, എന്നാൽ ഹൗലിലേക്ക് വീണുപോയി. മഹാനുഭാവൻ അവിടെ ഉള്ള ഒരാളെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ ഇതൊന്ന് എടുത്തു തരാമോ? ഈ ഹൗലിന് എനിക്കൊന്ന് എടുത്തു തരാമോ? മഹാനായ കണ്ണിയത്ത് ഉസ്താദ് അത് എടുത്തു വന്ന മനുഷ്യനിക്ക് 2 രൂപ കൊടുത്തു. അതാ ഹൗലിൽ
നിന്ന് എടുത്തത് 50 പൈസയാണെങ്കിൽ കൊടുത്തത് 2 രൂപ. എന്റെ പെങ്ങളെ അങ്ങനെ ചോദിച്ചുവല്ലോ ഉസ്താദ്, 50 പൈസ എടുക്കാൻ 2 രൂപ കൊടുക്കണോ? ഉടൻ തന്നെ മഹാനായ കണ്ണിയത്ത് ഉസ്താദ്, ജീവിതത്തിൽ ഒരു കറാഹത്ത് പോലും ചെയ്യാത്ത വാഴക്കാട് അന്ത്യവിശ്രമം കൊള്ളുന്ന കണ്ണിയത്ത് ഉസ്താദ് അവിടെ നിന്ന് പറഞ്ഞവർ മറുപടിയുണ്ട്, ഈ 2 രൂപ ഞാൻ ഒരാൾക്ക് സ്വതക്ക ചെയ്തതാണ്, പക്ഷേ ഈ 50 പൈസ ഞാൻ എന്റെ പോക്കറ്റിൽ നിന്ന് വീണെന്ന് പറഞ്ഞ് കളഞ്ഞിട്ട് പോയാ ഇത് നാളെ പടച്ചവന്റെ മുമ്പിൽ ചോദ്യമുള്ളതാണ്. അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ റിസ്ക് തരണോ? അള്ളാഹു നമുക്ക് തന്നതിനെ നമ്മൾ ബഹുമാനിക്കണം. അത് 1 രൂപയാണെങ്കിൽ അത് 1 രൂപയല്ല, അവിടെ കിടക്കില്ല. 50 പൈസ അല്ല, അവിടെ കിടക്കട്ടെ, പറ്റൂല. 50 പൈസയാണ്. അള്ളാഹു നമുക്ക് ഒരുപാട് നിഅമത്തുകൾ തന്നു. ആ നിഅമത്തുകളിലൊന്നും നമ്മൾ നന്ദി ചെയ്യാത്തവരാണ് നമ്മളെല്ലാവരും. ഇൻഷാ അല്ലാഹ് നാളെ മുതൽ സുബഹി നിസ്കാരം കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. അതിന് അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ.